ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാള വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതവിടെ സവാള തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതാ സവാള ഇതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് കനം കുറച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് ഇങ്ങനെ ഇതളിതളായിട്ടല്ലേ ഉള്ളത്, ഇത് നമുക്ക് കൈവച്ചിട്ടൊന്ന് അടർത്തി മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ സവാള ഞാൻ ഇതാ മുഴുവൻ ഇതാ കൈവച്ചിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ഈ ഒരു സവാളയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാളയിലേക്ക് നന്നായിട്ട് ഉപ്പും വിനീഗറെല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറിവേപ്പ് എടുക്കുന്ന സമയത്ത് നേരത്തെ തന്നെ കഴുകി വെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടിത്തെറിയെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്നത് അലൂമിനിയം പാത്രമോ നോൺ സ്റ്റിക്ക് പാത്രമോ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇരുമ്പ് ചട്ടി ആയത് കാരണം പൊടികൾ കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇത് സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ഈ ഒരു പാത്രം പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഒരു 3 ദിവസത്തിന് ശേഷം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് വൈറലായി കൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.